ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖമാകാൻ കരുക്കൾ നീക്കി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ മുന്നണി കൺവീനർ പദവി നിതീഷ് ഏറ്റെടുക്കാത്തത്. മുന്നണി അധ്യക്ഷനെ പ്രഖ്യാപിക്കാത്തതിലും നിതീഷ് കുമാർ അതൃപ്തിയിലാണ്. തൃണമൂൽ കോൺഗ്രസുമായി ഒന്നിച്ചു മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണ്. കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖമാവാൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കരുക്കൾ നീക്കി തുടങ്ങി. മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കി പ്രധാനമന്ത്രി മുഖമാക്കാനാണ് നീക്കം. അതിന്റെ ഭാഗമായാണ് ഇന്ത്യ മുന്നണി കൺവീനർ പദവി നിതീഷ് ഏറ്റെടുക്കാത്തത്. നിതീഷ് കുമാർ കൺവീനറായാൽ വേറെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകാൻ പാടില്ല എന്ന് ജെഡിയു നേതാക്കൾ നിലപാടെടുക്കുന്നു. കൺവീനറെ തിരഞ്ഞെടുക്കാൻ വൈകിയതിൽ ജെഡിയുവിന് വിമർശനമുണ്ട്. മുന്നണി അധ്യക്ഷനായി മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രഖ്യാപിക്കുന്നത് മമതയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷമാകാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിലും നിതീഷ് കുമാർ അതൃപ്തിയിലാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഉയർത്തിക്കാണിക്കാൻ മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ എന്നിവർ ആവശ്യപ്പെട്ടതു മുതൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അസ്വസ്ഥനാണ്. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിൽ ബംഗാളിലെ കോൺഗ്രസ് നേതാക്കളുടെ അതൃപ്തി തുടരുകയാണ്. തീരുമാനം ആത്മഹത്യാപരമെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച നേതാക്കൾ രാഹുൽ മമതയ്ക്കെതിരെ സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യ മുന്നണി സീറ്റ് ചർച്ചകളിലെ ധാരണകളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള കൂടിക്കാഴ്ചകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരംഭിച്ചു. ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, NCP നേതാവ് ശരത് പവാർ എന്നിവരുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. റിപ്പോർട്ടർ, ദില്ലി.